ഡൗട്ട്സ് ആയിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടി. അതേസമയം കുറേ പേര് യൂസ് ചെയ്തിട്ട് സ്കിന്ന് പിന്നെയും ഭയങ്കര ഡാർക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയില്ല. പിന്നെ ഓയിലി എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ബ്രൈറ്റൻ ആവാനായിട്ട്, നമ്മുടെ ടാനും പിഗ്മെന്റേഷൻ ഒക്കെ കുറയാനായിട്ട് എങ്ങനെയാണ് നാൽപ്പാമരാതി തൈലം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഹലോ, 6 months ബാക്ക് ഞാനൊരു നാൽപ്പാമരാതി തൈലത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ചാനലിൽ കിട്ടിയ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എൻ്റെ ചാനലിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യൂസ്, കമൻറ്റ്സ്, ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. അത്രയധികം അത് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് വന്ന കമൻറ്റ്സ് ആണെങ്കിൽ ഒരുപാട് ഡൗട്ട്സ്, കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഡൗട്ട്സ്. അതിൽ കുറേയൊക്കെ ഞാൻ കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായി. പക്ഷെ എന്നിട്ടും ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എന്താണ് നാൽപ്പാമരാതി തൈലം? നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാൻ, അതുപോലെ ടാനിങ്, പിഗ്മെന്റേഷനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആയുർവേദിക് ഓയിലാണ് നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത്. ഇത് പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓയിലാണ്. പ്രത്യേകിച്ച് നമ്മൾ ആഫ്റ്റർ പ്രഗ്നൻസിക്കൊക്കെ ശേഷം ഫുള്ള് ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒക്കെയാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന കുറേ കറുത്ത പാടും സ്കിന്നൊക്കെ ആകെ ഡള്ളായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്തൊക്കെ പണ്ട് തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഈ നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത്. ഇനി അതിലെ കണ്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ നാൽപ്പാമരാതി, അതായത് 4 പാമരങ്ങളുടെ, 4 മരങ്ങളുടെ ഔഷധ ഗുണമുള്ള 4 വൃക്ഷങ്ങളുടെ തൊലി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആല്, അരയാല്, അത്തി, ഇത്തി ഇതൊക്കെയാണ് ആ വൃക്ഷങ്ങളുടെ പേര്. അതിൻ്റെ കൂടെ നമ്മുടെ മഞ്ഞൾ, നെല്ലിക്ക, അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എള്ളെണ്ണയൊക്കെയാണ്. ഇത് തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്. ഈ ഗ്ലൂട്ടാത്തയോൺ, കെമിക്കൽ പീല് പോലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ഒരു മാജിക്കൽ റിസൾട്ട് ഇല്ലേ. ഇപ്പോൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 1-2 ഷെയ്ഡൊക്കെ കൂടും നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുമ്പോഴത്തേന്. അതുപോലൊരു റിസൾട്ടാണ് നിങ്ങൾ നാൽപ്പാമരാതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. നാൽപ്പാമരാതി തൈലം ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. അത് പതിയെ ടൈം എടുത്ത് കുറച്ചധികം നാളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പതിയെ ആയിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. പക്ഷേ ക്ഷമയോടുകൂടി ചെയ്താലേ എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാരില്ലേ, അവരൊഴികെ ബാക്കി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഓയിലി സ്കിൻ ടൈപ്പുകാർ എല്ലാവരും ബാക്കി കോമ്പിനേഷൻ സ്കിന്നും ഡ്രൈ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന അത്രയും നേരം നമ്മൾ ഈ പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം ഇതിൽ മഞ്ഞളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും അലർജിക്കുള്ള ചാൻസസ് ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പം നിർബന്ധമായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രഗ്നൻസിക്ക് ശേഷം വരുന്ന ടാനിങ് ഒക്കെ ഇല്ലേ, ചെറിയ കറുത്ത പാടുകൾ, കാര്യങ്ങളൊക്കെ, അതെല്ലാം മാറാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. തൊടയുടെ ഇടയിലുള്ള തൈസിന് 2 ഇടയ്ക്കുള്ള ഭാഗത്തിൽ ഒരുപാട് ഫ്രിക്ഷൻ കാരണം ഭയങ്കരമായിട്ട് അത് കറുത്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ അവിടെ ഒരു കറുപ്പ് കുറയ്ക്കാനായിട്ട്, നമ്മുടെ നോർമൽ ആ സ്കിൻ കളറിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ടൊക്കെ നമുക്ക് നാൽപ്പാമരാതി തൈലം ഹെൽപ്പ് ചെയ്യും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് എണ്ണ എടുക്കുക. ഒരുപാട് അങ്ങ് പെട്ടെന്ന് എഫക്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എണ്ണ അങ്ങ് വാരി പൊത്തുമൊന്നും ചെയ്യരുത്. വളരെ കുറച്ച് മാത്രം, ഒരിത്തിരി മാത്രം എണ്ണ എടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ ഫേസിൽ, നെക്കിൽ, എവിടെയൊക്കെയാണോ നമുക്ക് ടാനിങ് ഉള്ള അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫേസ് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഗുവാഷയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഫേസ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊരു 15 to 30 minutes വരെ വെച്ചിരിക്കുക. 15 തൊട്ട് 30 മിനിറ്റ് വരെ നമ്മുടെ മുഖത്ത് വെച്ചിരിക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിലി സ്കിൻ ടൈപ്പുകാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം 10 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല. ഇത് നമുക്ക് ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കുക. അങ്ങനെ ഒരു 3 തൊട്ട് 4 ആഴ്ച വരെ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടത്. ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പോസ് ഒക്കെ ഉണ്ടല്ലോ ഫേസിലുള്ള, അതെല്ലാം ക്ലോഗ് ആവാനും ആക്നെ, പിഗ്മെന്റേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ വാഷ് ചെയ്ത് കളയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ആയുർവേദിക് സ്ക്രബുകൾ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്കത് ഫേസിലും കഴുത്തിലും എവിടെയൊക്കെയാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അവിടെയൊക്കെ നമുക്ക് ഈ ചെറുപയർ പൊടിയൊക്കെ അപ്ലൈ ചെയ്ത് കഴുകി കളയാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. നമുക്കത് അവൈലബിൾ അല്ല, ചെറുപയർ പൊടിയൊന്നും അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വെച്ചിട്ട് യൂസ് ചെയ്യാം. കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റേ അല്ല ഇത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ആഴ്ച ഒരു 3 ദിവസം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. കമൻസ് വന്നതാണ് ഈ രാത്രി മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകി കളഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ചെയ്യാനേ പാടില്ല. അത് നമുക്ക് ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷം ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് കുറേ നേരം ഫേസിൽ വെച്ചിരിക്കുമ്പോഴത്തേനും നമുക്ക് ആ
പോർസ് ഒക്കെ ക്ലോഗ് ആയി ആക്നെ പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കൂടുതൽ നേരം അപ്ലൈ ചെയ്ത് വെക്കുന്നത് മണ്ടത്തരാണ്. കമന്റ്സ് വന്നതായിരുന്നു, ഞങ്ങളിത് ഉപയോഗിച്ച് നോക്കി പക്ഷെ കറുത്തുപോയി, ഇട്ടതിനേക്കാളും കൂടുതൽ കറുത്തുപോയി, ഇങ്ങനെ കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു. അതിനെന്താ കാരണം എന്ന് പറയാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാൽപ്പാമരാതി തൈലത്തിൽ മഞ്ഞളിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പം ഈ മഞ്ഞൾ എന്നുള്ളത് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ മിക്കവാറും നമ്മളിത് രാവിലെയൊക്കെയാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുശേഷം നമ്മൾ പിന്നെ ജോലിക്ക് പോകുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഈ സൺ എക്സ്പോഷർ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ടാനിങ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് ഇനി നമുക്ക് പുതിയ ടാൻ വരാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ റേറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാങ്ങിയിട്ടുള്ളത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. ഞാനിവിടെ ഡയറക്റ്റ് പോയി വാങ്ങുകയോ ചെയ്തത്. പക്ഷെ നമുക്കിത് ആമസോണിലേക്ക് അവൈലബിൾ ആണ്. വേറെ ബ്രാൻഡിന്റെ നാൽപ്പാമരാതി തൈലത്തിന്റെ എഫക്റ്റ് എങ്ങനെയാണ്, റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ചിട്ട് നല്ല ബ്രാൻഡിനെ മാത്രം വാങ്ങാനായി. ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുമോ, എത്ര വയസ്സിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റുക. ഇതിന് ഏറ്റവും നല്ലത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നതാണ്, ഞാൻ കുറച്ച് നാളെ ഉപയോഗിച്ചിട്ട് വെളുക്കുന്നില്ല, എന്താ വെളുക്കാത്ത, തേച്ചിട്ട് പ്രയോജനം ഇല്ല, വെളുക്കാത്ത എന്താ, ഇങ്ങനെയൊക്കെ. ഒരു പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഉള്ള കളർ ഷെയ്ഡിൽ നിന്ന് 1-2 കളർ കൂടാൻ അല്ല. നമുക്കതിന് പറ്റത്തുമില്ല. കാരണം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളൊരു സ്കിൻ കളർ ഉണ്ട്, നമുക്കത് മാറ്റാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ ശ്രദ്ധിക്കാതെ നമ്മൾ ഒരുപാട് ടാനിങ്ങും പിഗ്മെന്റേഷനും ഒക്കെ വന്നിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടുണ്ടാവും, ടാൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ നോർമൽ സ്കിൻ കളറിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് എല്ലാ പ്രൊഡക്ട്സും നമുക്ക് യൂസ് ചെയ്യുക. ടാനിങ് ഒക്കെ കുറയുമ്പോൾ നമ്മുടെ സാധാരണ സ്കിൻ കളർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് എല്ലാ പ്രൊഡക്ട്സും ചെയ്യുന്നത്. അതല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് 1-2 ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഉപയോഗിച്ചിട്ട് പിമ്പിൾസ് വന്നു, ആക്നെ വന്നു. അതിൻ്റെയൊക്കെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരുപാട് നേരം ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്, ഡെയിലി യൂസ് ചെയ്യുന്നത്, രാത്രി ഇട്ടിട്ട് രാവിലെ വരെ വെച്ചിരുന്ന് വാഷ് ചെയ്ത് കളയുന്നത്, ഇതെല്ലാം നമുക്ക് നല്ലതിനേക്കാളും നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോഴായിരിക്കും നമുക്ക് പിമ്പിൾസ് ആക്നെയൊക്കെ വരുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്ന 15 തൊട്ട് 30 മിനിറ്റിനുള്ളിൽ വെച്ചിരിക്കുക, വാഷ് ചെയ്ത് കളയാം. ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നല്ല രീതിയിൽ ബ്രൈറ്റൻ ആവാനും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് നല്ലതായിട്ട് ഇമ്പ്രൂവ് ആവാനും നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല പ്ലംപ് ആയിട്ടിരിക്കാനൊക്കെ നല്ല റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. ശ്രദ്ധിച്ച് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുക, എന്തായാലും റിസൾട്ട് കിട്ടും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടന്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ ഉറപ്പായിട്ട് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെയുള്ള കണ്ടന്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.